ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ. നമ്മൾ കേരളീയർ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ കേരളത്തെ ഏറ്റവും കൂടുതലും ആയുർവേദം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ആയുർവേദത്തിൻ്റെ ഈറ്റില്ലം ആണ് നമ്മുടെ കേരളം. അങ്ങനെയുള്ള നമ്മുടെ ഈ സംസ്ഥാനത്ത് നമ്മൾ ആരോഗ്യ കാര്യത്തിൽ ഒരുപാട് പിന്നിലാണ്. പ്രത്യേകിച്ച് ശരീരത്ത് വേണ്ടുന്ന വൈറ്റമിൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് പിന്നിലാണ്. സർവേകൾ പ്രകാരം 75% ആൾക്കാരും വൈറ്റമിൻ കുറവുള്ളത് കൊണ്ട് പല പല രോഗങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയിലാണ്. ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഞാനിവിടെ പറയാൻ പോകുന്നത് എല്ലാ വൈറ്റമിൻസിനെയും കുറിച്ചല്ല, വൈറ്റമിൻ ഡി എന്ന ഒരു ഇതിനെക്കുറിച്ചാണ്. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അല്ലെ അതിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, നമുക്കുണ്ടാകുന്ന രോഗലക്ഷണങ്ങളും രോഗങ്ങളും എന്താണ്, അതിന് നമ്മൾ എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്താലാണ് നമുക്കതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുന്നത്, അത് നമുക്ക് വൈറ്റമിൻ ഡിയെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നിർത്താൻ പറ്റുന്നത് എങ്ങനെയാണ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വൈറ്റമിൻ ഡി ശരീരത്തിൽ വേണ്ടുന്നത് കിട്ടുന്നത് എവിടെ നിന്നാണ്? സൺലൈറ്റിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത്. നമുക്കറിയാം, രാവിലെ ഒരു 9 മണി മുതൽ, അത് രാവിലത്തെ വെയിലും കൊള്ളാം, എന്നാലും 9 മണി മുതൽ ഒരു 11 മണി വരെ ഉള്ള സമയം, അതിനുശേഷം എന്ന് പറയുന്നത് 3 മണിക്ക് ശേഷമുള്ള വെയിലാണ് നമ്മൾ കൊള്ളുന്നത്. ആ സമയത്താണ് നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ഡി ആഗിരണം ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തെ ജീവിത രീതി അനുസരിച്ച് നമുക്ക് എത്ര പേർക്ക്, പഴയ കാലത്ത് എല്ലാവരും പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കുന്നവരും നന്നായിട്ട് വെയിൽ കൊള്ളുന്നവരുമായിരുന്നു. ഇപ്പോഴത്തെ എല്ലാ ജനറേഷൻ എന്ന് പറയുമ്പം എല്ലാ ഓഫീസ് വർക്കുകളൊക്കെയാണ് എല്ലാവരുടെയും ജോലികൾ. വെയിൽ കൊള്ളുന്ന ആൾക്കാർ തീരെ കുറവാണ്. തന്നെയല്ല, പല പല രോഗങ്ങളുടെ പ്രശ്നങ്ങളുള്ളവർക്ക് വെയിൽ കൊള്ളാനും പറ്റില്ല. അപ്പം തന്നെയല്ല, നമുക്ക് ഈ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ല. അതുപോലെ തന്നെ വെയിൽ കൊണ്ടാൽ തലവേദന വരുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്കിന്ന് നോക്കാവുന്നത് വൈറ്റമിൻ ഡി കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത് നോക്കിയിട്ട് ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതിനുള്ള പ്രതിവിധി, അപ്പോൾ അതും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ട് പറയുന്നത്, നമ്മുടെ ശരീരമാകസ്ഥലം വേദന, പെയിൻ ഉണ്ടാവുക, അതുപോലെ തന്നെ മസിലിന് പെയിൻ ഉണ്ടാവുക, ജോയിൻസിനൊക്കെ നല്ല പെയിൻ ഉണ്ടാകുക. അപ്പം എല്ലാവർക്കും അറിയാം, ഇപ്പം എല്ലാവർക്കും മസിലിനും ജോയിൻസിനും ഒക്കെ ഭയങ്കരമായിട്ട് വേദനയും ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നവർ അനേകരുണ്ട്. അതുപോലെ തന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ നമുക്ക് നടക്കാൻ പറ്റാത്ത ഒരു, കാലുകളൊക്കെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കാലിൻ്റെ വെള്ളയ്ക്ക് വേദന, ഉപ്പൂറ്റിക്ക് വേദന, കാല് നിലത്ത് കുത്താൻ പറ്റാത്തൊരു സാഹചര്യം, അതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മുടി നന്നായിട്ട് കൊഴിയുന്ന, എന്തൊക്കെ ചെയ്താലും, ഏതൊക്കെ എണ്ണ വാങ്ങിച്ച് തേച്ചാലും, ഏതൊക്കെ ഷാമ്പു ചെയ്താലും, അല്ലെങ്കിൽ ഏതൊക്കെ സിറം ചെയ്താലും, എന്ത് കഴിച്ചാലും നമ്മുടെ മുടി ധാരാളമായിട്ട് കൊഴിയും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മുടി വളരില്ല. അതൊരു വലിയ കാരണം തന്നെയാണ്. നമ്മുടെ മുടി നന്നായിട്ട് കൊഴിയും. നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും, എന്തൊക്കെ എണ്ണ തേച്ചാലും, എന്തൊക്കെ മരുന്ന് കഴിച്ചാലും ഒന്നും നമുക്ക് നമ്മുടെ മുടി നന്നായിട്ട് കൊഴിയും. എന്തൊക്കെ മരുന്ന് തേച്ചാലും, എന്തൊക്കെ എണ്ണ തേച്ചാലും, എന്ത് തരത്തിൽ നോക്കിയാലും നമുക്ക് മുടി നന്നായിട്ട് കൊഴിയുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒന്നിനും ഒരു കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. എപ്പോഴും മാനസികമായിട്ടൊരു പിരിമുറുക്കം, മാനസികമായിട്ടൊരു പ്രശ്നങ്ങൾ, ജോലികളൊന്നും ചെയ്യാൻ നമുക്ക് ഒരു താല്പര്യം തോന്നത്തില്ല, ഒരു ഉന്മേഷക്കുറവ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയങ്ങൾ. ഇൻഫെക്ഷൻ ഉണ്ടാവുക, റിപ്പീറ്റഡായിട്ട് തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവുക. അതുപോലെ പിന്നെ തുടർച്ചയായിട്ട് തുമ്മൽ, കഫക്കെട്ട്,
പിന്നെ എപ്പോഴും പനി, നീർക്കെട്ട്, കാലുകൾക്കൊക്കെ നീര് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കാലുകൾക്ക് നീരുണ്ടാകുന്നു. അതുപോലെ തന്നെ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നു. ഏതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ക്ഷോഭം ഉണ്ടാകുന്ന അങ്ങനൊരവസ്ഥ. അതുപോലെ അമിതമായിട്ട് തടി ഉണ്ടാകുന്നത്, അമിതമായിട്ട് മെലിയുന്നത്, പിന്നെ തൈറോയിഡിൻ്റെ പ്രശ്നം, പല്ലുകൾ ഡാമേജ് ആകുന്നു, എല്ലുകൾക്ക് ബലം കുറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മളൊന്ന് വീഴുകയൊക്കെ ചെയ്താൽ എല്ലുകളൊക്കെ പൊടിയുന്നു. നഖം പൊട്ടിപ്പോവുക, വിണ്ട് കീറുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. തൈറോയിഡിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് മരുന്ന് എത്ര കഴിച്ചാലും നമുക്ക് ആ കോംപ്ലിക്കേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ കഴുത്ത് വേദന, പുറം വേദന, നടുവേദന, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ്. എത്ര പറഞ്ഞാലും തീരാത്തത്ര ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു വൈറ്റമിൻ്റെ കുറവ് കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത്. എത്ര പറഞ്ഞാലും തീരത്തില്ല, ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ എണ്ണിയാൽ തീരാത്തത്ര പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസിയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം യഥാർത്ഥ കാരണം. ഇപ്പോൾ ഇത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സപ്ലിമെൻ്റായിട്ട് വൈറ്റമിൻസ് കഴിക്കുക. ഇത് ഫുഡിൽ കിട്ടത്തില്ല, നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുമില്ല. പിന്നെ കിട്ടണമെന്ന് പറയുന്നത് സണ്ണിലൂടെ, സൂര്യപ്രകാശത്തിലൂടെയാണ് നമുക്കിത് ശരീരത്തിൽ കിട്ടുന്നത്. പിന്നെ ഇത് വൈറ്റമിൻ ഡി അടങ്ങിയ ഫുഡുണ്ട്, അതും നമ്മൾ എത്ര കഴിച്ചാലും അതിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഡെഫിഷ്യൻസി വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന സപ്ലിമെൻ്റ് നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, രാവിലെ 9 മണി തൊട്ട് 11 മണി വരെ, രാവിലത്തെ ഉദിച്ച് വരുന്ന വെയിൽ തൊട്ട് നമുക്ക് നല്ലതാണ്. നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞാൽ, സ്ത്രീകൾക്ക് രാവിലെ ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന അസ്ഥി തേയ്മാനത്തിന് പ്രധാന കാരണം ഇത് തന്നെയാണ്, നമുക്ക് വൈറ്റമിൻ ഡിയുടെ കുറവാണ്. പിന്നെ വൈകിട്ട് 3 മണിക്ക് ശേഷമുള്ള വെയിൽ കൊള്ളണം. അപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും ഇത് നടക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം. വെയിൽ കൊണ്ടാൽ ചിലവർക്ക് സ്കിൻ അലർജി, സ്കിന്നിന് മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നവരുണ്ട്. തൈറോയ്ഡ് പ്രശ്നമുള്ളവർക്കാണെങ്കിൽ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്. വെയിലൊക്കെ കൊള്ളുമ്പോൾ തളർച്ച, ക്ഷീണം ഒക്കെ വരും. അതുപോലെ തന്നെ വെയിൽ കൊണ്ടാൽ നന്നായിട്ട് തലവേദന ഉണ്ടാകുന്നവരുണ്ട്. അപ്പോൾ വെയിൽ കൊള്ളുമ്പോൾ ഭയങ്കര പരവേശമൊക്കെ എടുക്കുന്ന ആൾക്കാർ, ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരാണ് നമ്മളിൽ ഓരോരുത്തരും. അപ്പം നമ്മൾ എങ്ങനെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ വെയിലൊക്കെ കൊള്ളുമ്പം നമ്മുടെ ത്വക്കിനടിയിലാണ് ഈ വൈറ്റമിൻ ഡി സ്റ്റോർ ചെയ്യുന്നത് ശരീരം. അപ്പോൾ ആവശ്യത്തിന് കൊഴുപ്പിൽ അലിയുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ ത്വക്കിനടിയിലാണ്. സയൻസൊക്കെ പുരോഗമിച്ചു. വൈറ്റമിൻ ഡിയുടെ പഠനങ്ങളൊക്കെ നടത്തിയപ്പോൾ കണ്ടെത്തിയത്, നമ്മൾ കുട്ടികൾ മുതൽ ടീനേജ്, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പ്രായമായവരിലും ഉണ്ടാകുന്ന എല്ലാവിധ ഒട്ടുമുക്കാലും രോഗങ്ങൾക്ക് പ്രധാന കാരണം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓട്ടിസം എന്ന രോഗത്തെക്കുറിച്ച് നമുക്കറിയാം. കുട്ടികൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ചെറിയ കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായിട്ടുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമാണ് ഓട്ടിസം എന്ന് പറയുന്നത്. അതിനും പ്രധാന വില്ലനായി വരുന്നത് വൈറ്റമിൻ ഡിയുടെ പോരായ്മ തന്നെയാണ്. ഇപ്പോൾ ആരോഗ്യക്കുറവുള്ള ആരിൽ പരിശോധിച്ചാലും വൈറ്റമിൻ ഡി കുറവാണ്. ഇപ്പോൾ എല്ലാ ഡോക്ടേഴ്സും നമ്മൾ പുറം വേദന, നടുവേദന, കൈവേദന, ഷോൾഡർ വേദന, ഇങ്ങനെയൊക്കെ എന്ത് പറഞ്ഞു പോയാലും അവരാദ്യം നോക്കുന്നത് വൈറ്റമിൻ ഡി ഉണ്ടോ, അതുപോലെ തന്നെ ഓക്സിജൻ ശരീരത്തിൽ എത്രത്തോളം ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യമേ അവർ നോക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. ഞാനിത് കഴിഞ്ഞൊരു വീഡിയോ കണ്ടപ്പോൾ അതിൽ 1000 രൂപയോളമാണ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റേറ്റ് എന്നാണ് പറയുന്നത്. ഓരോ ലാബിലും ഓരോ രീതിയിലാണ്, ഒരേ ഇതൊന്നും ആയിരിക്കത്തില്ല എല്ലായിടത്തും. അപ്പോൾ നമ്മളിത് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കുറവ് എത്രയാണോ അതനുസരിച്ച് നമ്മൾ വേണ്ടുന്നത് എത്രത്തോളം വേണോ നമ്മൾ ഡെയിലി സപ്ലിമെൻ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കണം. എപ്പോഴും നമുക്ക് വൈറ്റമിൻ ഡിയുടെ അളവ് 30-ന് മേളിൽ ആയിരിക്കണം. ചിലവരെയൊക്കെ പരിശോധിക്കുമ്പോൾ
5, 10, 15 ഇങ്ങനെയുള്ള 12, 15, 18 എന്നൊക്കെ അളവിൽ 20 ഒക്കെ ആയിട്ടാണ്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അളവ് 30 എന്ന് പറഞ്ഞാൽ 50 മേളിൽ എപ്പോഴും ലെവലായി നിന്നാലേ നമുക്ക് 50 മേളിലുണ്ടെങ്കിലേ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ആ പ്രശ്നത്തിന് സോൾവ് ആവാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഏറെക്കുറെയൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വൈറ്റമിൻ ഡി എന്ന ഒരു വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ സീരിയസ് എത്രത്തോളം നമുക്കറിയാം. ഓട്ടിസം എന്ന രോഗത്തെക്കുറിച്ച് ചെറിയ കുട്ടികൾക്ക് ശാരീരികവും മാനസികമായിട്ടുണ്ടാകുന്ന ചെറിയ പ്രശ്നമാണ് ഓട്ടിസം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന ഒരു കാരണം ഈ വൈറ്റമിൻ ഡിയുടെ പ്രശ്നങ്ങളാണ്. മറ്റു പലതുകൊണ്ട് എന്നിരുന്നാലും ഒരു പ്രധാന കാരണം വൈറ്റമിൻ ഡിയുടെ പ്രശ്നമാണ്. ഇപ്പോൾ ആരെ പരിശോധിച്ചാലും എല്ലാവർക്കും ഒരു ആരോഗ്യ കുറവുള്ള ആരെ പരിശോധിച്ചാലും അവർക്കൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവിനെ കണ്ടെത്തുന്നുണ്ട്. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന്. അതിൻ്റെ കുറവ് കൊണ്ട് നമ്മൾ എത്ര ചികിത്സിച്ചാലും മാറാത്ത ഒരു പ്രശ്നമാണ് വൈറ്റമിൻ ഡി. കാരണം ചികിത്സ അല്ല അതിന് വേണ്ടുന്നത്. അതിന് വേണ്ടുന്നത് നമ്മുടെ ശരീരത്തിൽ കുറവുള്ള വൈറ്റമിൻ ഡിയുടെ ആ കുറവിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് പ്രധാനമായിട്ടും വേണ്ടുന്നത്. അതിന് പറ്റുന്ന നമ്മുടെ വൈറ്റമിൻസ് ഡി നമ്മുടെ ശരീരത്തിൽ കറക്റ്റായിട്ട് നിലനിർത്തുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായ രീതിയിൽ നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു 1000 രൂപയ്ക്കോളം 500 മേളിൽ 1000 രൂപയ്ക്കടുത്ത് എന്തായാലും നമുക്കതിന് ചിലവുണ്ട്. അതിൻ്റെ ആ പൈസയാവാത്ത ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ധനം. ആരോഗ്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുടുംബമായിട്ടാന്ന് പറഞ്ഞാലും സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലാ ഉന്നമനത്തിനും നമുക്ക് നമ്മുടെ ആരോഗ്യമാണ് മെച്ചം. അപ്പം ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനം. നമ്മൾ സാധാരണ വൈറ്റമിൻ ഡി കഴിക്കുക എന്ന് പറയുന്നത് ക്യാപ്സൂൾ കിട്ടാം, പിന്നെ ടാബ്ലറ്റ്. എല്ലാവർക്കും ഈ ടാബ്ലറ്റ് ഒന്നും കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. എല്ലാവർക്കും അതിൻ്റെ സ്മെല്ലോ, നമുക്കറിയാം വൈറ്റമിൻസിൻ്റെ ഒന്നും സ്മെല്ലൊന്നും എല്ലാവർക്കും ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് കഴിവതും ആൾക്കാർ അതിനെ അവോയ്ഡ് ചെയ്യുകയാണ്. വൈറ്റമിൻസ് കുറഞ്ഞാലും വേണ്ടില്ല, വിശക്കുന്ന അനുസരിച്ച് നമുക്ക് ഒരു ദിവസം എത്ര വിശപ്പ് വരുന്നു അതനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. നമുക്ക് വായിക്ക് രുചി തോന്നുന്ന ഇഷ്ടമുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുക. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന വൈറ്റമിൻസ് ഒന്നും നമുക്ക് വേണ്ടുന്ന വൈറ്റമിൻസ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഈ ടാബ്ലറ്റ് ഒക്കെ വാങ്ങിച്ച് കഴിക്കാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ സ്മെല്ലൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനെ അങ്ങ് ഒഴിവാക്കും. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതിൻ്റെ പേര് അബ്സോർബിറ്റ് വൈറ്റമിൻ ഡി സപ്ലിഗൽ സ്പ്രേ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വെസ്റ്റീജ് എന്ന് പറയുന്ന കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വൈറ്റമിൻ ഡിയുടെ പ്രോഡക്റ്റാണ് ഇത് നമ്മുടെ നാവിനടിയിലാണ് സ്പ്രേ ചെയ്യുന്നത്. സാധാരണ ഞാൻ പറഞ്ഞു നമ്മൾ കഴിക്കുന്നത് ക്യാപ്സ്യൂള് അല്ലെങ്കിൽ ടാബ്ലറ്റാണ്. ഈ ടാബ്ലറ്റൊക്കെ കഴിക്കുമ്പം ആദ്യമേ നമ്മുടെ ആമാശയത്തിലേക്ക് ചെന്നിട്ട് പിന്നെ അത് ലിവറിലെത്തി പിന്നെ അത് ബ്ലഡിലൊക്കെ കലർന്ന് അങ്ങനെയാണ് സാധാരണ നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റ് നമ്മളിലേക്ക് ഒബ്സർവ് ആകുന്നത്. ഇതെന്ന് പറയുമ്പം ഈ സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഇത് സ്പ്രേയാണ്. നമ്മുടെ നാവിനടിയിലാണ് ഇത് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒബ്സോർവ് ചെയ്യും. അതുവഴി പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്ലഡിലേക്കും പിന്നെ നമ്മുടെ കോശങ്ങളിലേക്കും വേണ്ടുന്ന എല്ലാ ഭാഗങ്ങളിലേക്കും ഇതിൻ്റെ സ്പ്രേ രൂപത്തിൽ ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മളെ ശരീരത്തിലേക്ക് ഒബ്സോർവ് ചെയ്ത് ചെല്ലും. ഇത് കണ്ട, ഇത് ഇങ്ങനെ വായിലേട്ട് നാവിനടിയിലേക്ക് ഞാനിത് സ്പ്രേ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും. ഈ പ്രൊഡക്റ്റ് നമ്മൾ ഡെയിലി ഒറ്റ പ്രാവശ്യം മതി, ഒരു പ്രാവശ്യം. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 560 രൂപയേ ഉള്ളൂ. ഒരു മാസം നമുക്ക് ഉപയോഗിക്കാം. ദിവസം ഒരു പ്രാവശ്യം മാത്രം നമ്മൾ സ്പ്രേ ചെയ്താൽ മതി. ഇങ്ങനെ തുറക്കുക, കണ്ടോ. എന്നിട്ട് എപ്പോഴാണോ, രാവിലെ ആണെങ്കിൽ രാവിലെ, ഉച്ചയ്ക്കെങ്കിൽ ഉച്ചയ്ക്ക്, രാവിലെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും വേണേലും ഉപയോഗിക്കാം. എന്നിട്ട് കണ്ടോ,
ഒരു അരുചിയുമില്ല. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മളത് അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ചൊരു അറിവ് പിന്നെ യൂട്യൂബിലൊക്കെ കയറി നോക്കിയാൽ അബ്സോർവ് വൈറ്റമിൻ ഡി ഈ പിന്നെ വെസ്റ്റീജിൻ്റെ നമ്മൾ ഇതടിച്ച് നോക്കിയാൽ നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് നൽകാം. അപ്പം വെസ്റ്റീജ് എന്ന് പറയുന്ന കമ്പനി പ്രീമിയം ക്വാളിറ്റിയാണിത്. ഇത് നമുക്ക് വെസ്റ്റീജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പ്രോഡക്റ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പം നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള വേണ്ടുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അപ്പം വെസ്റ്റീജ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അമേസിങ് റിസൾട്ട് തരുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. ഞാനിത് ഉപയോഗിച്ച് കാണിച്ചു. പിന്നെ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പിക്ചറും കൂടെ ഞാനിടാം. നിങ്ങൾ കണ്ടല്ലോ, ഇതിൻ്റെ ഉപയോഗം വെരി സിമ്പിളാണ്. ടേസ്റ്റ് വ്യത്യാസമോ അല്ലെങ്കിൽ നമുക്ക് മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും തോന്നത്തില്ല. നമുക്കത് ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഇത് വൈറ്റമിൻ ഡി. ഇപ്പോൾ ഇനി വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ 12 ഉണ്ട്, മൾട്ടി വൈറ്റമിൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് എല്ലാം സ്പ്രേ രൂപത്തിലാണ്. വേറെ ഒരു കമ്പനിക്കും ഇങ്ങനെ സ്പ്രേ രൂപത്തിൽ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ കഴിയില്ല. ഈ ഒരു കമ്പനിക്ക് മാത്രം ആണ്, ഈ പേറ്റന്റ് പ്രോഡക്റ്റാണ്, ഈ ഒരു കമ്പനിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ അവസരമുള്ളൂ. ഇതാണ് വെസ്റ്റീജ് മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ്. ഇത് നമുക്ക് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ല, 1 സ്പ്രേ, ഒറ്റ സ്പ്രേ മതി. ദിവസം നമ്മൾ ഓരോ സ്പ്രേ ചെയ്താൽ മാത്രം മതി. അത് പിന്നെ നിങ്ങൾക്ക് രാവിലെ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നാക്കിനടിയിലാണ് ഇത് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. ഇതിൻ്റെ വില ഇതിൽ കൊടുത്തിട്ടുണ്ട്, 560 രൂപയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കോൺടാക്റ്റ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അഡ്രസ്സ് കൂടെ തന്നാൽ, അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞ അഡ്രസ്സ് കൂടെ തന്നാൽ നിങ്ങൾക്ക് ഞാനിത് കൊറിയർ അയച്ചു തരുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി.